ഷിക്കോപൂർ ഭൂമി ഇടപാട് കേസിൽ രണ്ടാം ദിനവും ചോദ്യം ചെയ്യലിനായി റോബർട്ട് വാദ്ര ഇഡി ആസ്ഥാനത്തെത്തി. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് റോബർട്ട് വാദ്ര എത്തിയത്. സത്യം വിജയിക്കുമെന്നും ഏത് അന്യായമായ സമ്മർദ്ദത്തെയും നേരിടാൻ തയ്യാറാണെന്നും റോബർട്ട് വാദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇഡി. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയെ ചോദ്യം ചെയ്തേക്കും. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ചോദ്യം ചെയ്യലിനായി പ്രിയങ്ക ഗാന്ധി എംപിക്കൊപ്പമാണ് റോബർട്ട് വാദ്ര എത്തിയത്. അത് കൃത്യമായ ഒരു സൂചനയല്ലേ? കോൺഗ്രസ് അണികൾക്ക് പ്രതിഷേധത്തിനായുള്ള ഒരു സൂചന കൂടി നൽകുന്ന തരത്തിൽ ഇഡിക്ക് മുന്നിലേക്ക് എത്തുന്നു വാദ്ര. എന്തൊക്കെയാണ് വിവരങ്ങൾ? റോബർട്ട് വാദ്ര അല്പം മുമ്പാണ് ദില്ലി ഇഡി ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇന്നലെ വാദ്ര തന്റെ അനുയായികൾക്കൊപ്പമാണ് ഇങ്ങോട്ട് എത്തിയതെങ്കിൽ ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി എംപിയും വാദ്രയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ഇഡി ആസ്ഥാനത്തേക്ക് എത്തിയത്. അല്പം മുമ്പാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഇഡി ആസ്ഥാനത്തേക്ക് റോബർട്ട് വാദ്ര കയറിപ്പോയത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും ഇവിടുന്ന് മടങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ ചോദ്യം ചെയ്യലിന് ആളുകൾ വരുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകൾക്ക് ഇരിക്കാൻ ഒരു വെയിറ്റിംഗ് റൂം ഇഡി ആസ്ഥാനത്തിന് പുറത്തുണ്ട്. പ്രിയങ്ക ഗാന്ധി നിലവിൽ ആ വെയിറ്റിംഗ് റൂമിൽ കാത്തിരിക്കുകയാണ്. ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവ് നൽകുന്നത്. നേരത്തെ മുതൽ പ്രത്യേകിച്ച് ഇന്നലെ ഇത്തരത്തിൽ 7 മണിക്കൂറിനടുത്താണ് ഇഡി വാദ്രയെ ചോദ്യം ചെയ്തത്. ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ് ഇതിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. മൗനത്തിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇന്നും പ്രതികരണങ്ങൾ ഈ റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നില്ല. അതിനിടെയാണ് ഇപ്പോൾ എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി നേരിട്ട് വാദ്രയ്ക്ക് ഒപ്പം ഇഡി ആസ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത്. നേരത്തെ ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യുമ്പോൾ സമാനമായി തന്നെ ഇതുപോലെ പ്രിയങ്ക ഗാന്ധി ഒപ്പം വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തം ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഷിക്കോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചപ്പോഴും പ്രിയങ്ക എത്തുന്ന കാഴ്ച, അതായത് വാദ്രയ്ക്ക് ഒപ്പം താൻ എന്ന സന്ദേശമാണ് പ്രിയങ്ക ഇതിലൂടെ നൽകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളടക്കം ഇവിടെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. വലിയ സുരക്ഷ, ബാരിക്കേഡുകളൊക്കെ നിർത്തിക്കൊണ്ട് വലിയ സുരക്ഷയാണ് ഇഡി ആസ്ഥാനത്തിന് മുന്നിൽ ഇന്നിപ്പോൾ ഒരുക്കിയിരിക്കുന്ന. നിലവിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രിയങ്ക പക്ഷേ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാതെയാണ് റോബർട്ട് വാദ്രയ്ക്കൊപ്പം എന്താണെങ്കിലും ഇഡി ആസ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിക്കൊണ്ട് വാദ്രയ്ക്കുള്ള പിന്തുണ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് പോകും എന്നും ഉറപ്പാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്താണ് വാദ്രയുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. പ്രിയങ്ക ഗാന്ധി കൂടി വാദ്രയ്ക്ക് ഒപ്പം ഇങ്ങോട്ട് എത്തിയതോടെ എന്താണെങ്കിലും ആ രാഷ്ട്രീയ പോരിലേക്ക് കൂടി കാര്യങ്ങൾ കൂടുതൽ മുറുകും എന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഇഡി ആസ്ഥാനത്തേക്ക് റോബർട്ട് വാദ്ര കയറിപ്പോയിരിക്കുന്നു. ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഇനി അറസ്റ്റ് അടക്കമുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് ഇഡി കടക്കുമോ എന്ന് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. സുജയ.